തിരുവനന്തപുരത്തിന്റെ കായിക ഭൂപടത്തിൽ നിന്നും ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് സഞ്ജു സാംസൺ എന്ന പ്രതിഭ നടന്നു കയറിയത് വെറും ഒരു കായിക നേട്ടം മാത്രമല്ല. അത് കഠിനാധ്വാനത്തിന്റെയും തഴയപ്പെടലുകളുടെയും അതിലേറെ ഒരു കുടുംബത്തിന്റെ ഒന്നടങ്കമുള്ള പ്രാർത്ഥനയുടെയും പോരാട്ടത്തിന്റെയും കഥയാണ്. T20 ലോകകപ്പ് കിരീടം ചൂടി ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയ സഞ്ജുവിന് ലഭിച്ച സ്വീകരണം കേരളം ഒരു കായിക താരത്തിന് നൽകിയ ഏറ്റവും വലിയ ആദരവുകളിൽ ഒന്നായി മാറി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സഞ്ജു സാംസൺ വിമാനമിറങ്ങിയപ്പോൾ അവിടെ തടിച്ചുകൂടിയത് 10,000-കണക്കിന് ആരാധകരാണ്. ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ അതിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാവുക എന്നത് ഓരോ കായിക പ്രേമിയുടെയും സ്വപ്നമായിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്ന സഞ്ജുവിനെയും ഭാര്യ ചാരുലതയും ചെണ്ടമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് ആരാധകർ വരവേറ്റത്. തന്റെ നാട്ടുകാർ നൽകുന്ന ഈ സ്നേഹം കാണുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ലെന്ന് സഞ്ജു പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും തന്റെ കരിയറിലെ ഉയർച്ച താഴ്ചകളിൽ കൂടെ നിന്ന തിരുവനന്തപുരത്തെ ജനങ്ങളോടുള്ള നന്ദി അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷവും ആഘോഷങ്ങൾക്ക് കുറവുണ്ടായില്ല. മുൻകൂട്ടി അറിയിക്കാതെയാണ് എത്തിയതെങ്കിലും സർക്കാർ പ്രതിനിധികളും നാട്ടുകാരും സഞ്ജുവിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. പൂത്തിരി കത്തിച്ചും മധുരം വിതരണം ചെയ്തുമാണ് അവർ തങ്ങളുടെ ലോക്കൽ ബോയുടെ വിജയം ആഘോഷമാക്കിയത്. സഞ്ജുവിന്റെ കരിയറിൽ അമ്മ ലിജി സാംസണുള്ള സ്വാധീനവും വളരെ വലുതാണ്. ലോകകപ്പിന് തൊട്ട് മുൻപ് സഞ്ജുവിന്റെ കരിയർ അനിശ്ചിതത്വത്തിലായ നിമിഷങ്ങളിൽ അവന് താങ്ങായി നിന്നത് അമ്മയായിരുന്നു. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ 5 മത്സരങ്ങളിലും പരാജയപ്പെട്ടപ്പോൾ സഞ്ജു ആകെ തകർന്നു പോയിരുന്നു. ഇന്ത്യൻ ടീമിലെ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ച നിമിഷമായിരുന്നു അത്. എന്നാൽ അന്ന് ലിജി മകനോട് പറഞ്ഞു, ഒന്നും അവസാനിച്ചിട്ടില്ല, നീ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഈ വാക്കുകൾ സഞ്ജുവിന് നൽകിയ ഊർജം ചെറുതല്ല. മകന്റെ വിജയത്തിനായി ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ദേവാലയങ്ങളിൽ ലിജി പ്രാർത്ഥനയിലായിരുന്നു. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ ലിജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആശുപത്രി കിടക്കയിൽ ഇരുന്ന് മകൻ ലോകകിരീടം ഉയർത്തുന്നത് കണ്ട ആ അമ്മയ്ക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായി മാറി. മകൻ അയച്ച നന്ദി അമ്മേ, ഈ ജീവിതം തന്നതിനെന്ന സന്ദേശം ആ സ്നേഹബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ലോകകപ്പ് വിജയത്തിന് ശേഷം ലിജി സാംസൺ തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കുറിച്ച ബൈബിൾ വാക്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി ഭവിച്ചു, ദൈവത്തിന് സ്തുതി. സഞ്ജുവിന്റെ ക്രിക്കറ്റ് ജീവിതം ഈ വരികളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന് ക്രിക്കറ്റ് ലോകത്തിനറിയാം. പലപ്പോഴും സെലക്ഷൻ കമ്മിറ്റികളാലും മുൻ താരങ്ങളാലും തഴയപ്പെട്ടപ്പോഴും ഒതുക്കപ്പെടാൻ ശ്രമിച്ചപ്പോഴും സഞ്ജു തന്റെ പ്രതിഭ കൊണ്ട് തിരിച്ചു വന്നു. തഴയപ്പെട്ട ആ കല്ല് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വിജയത്തിലെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. സഞ്ജുവിന്റെയും സഹോദരന്റെയും വളർച്ചയ്ക്ക് പിന്നിൽ പിതാവ് സാംസൺ എന്ന മനുഷ്യന്റെ നിശ്ചയദാർഢ്യമുണ്ട്. ഡൽഹി പോലീസിലെ തന്റെ ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം മക്കളെ ക്രിക്കറ്റ് താരങ്ങളാക്കാൻ തീരുമാനിച്ചത്. സഞ്ജുവിന് 11 വയസ്സുള്ളപ്പോൾ ഡൽഹി ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിൽ നടന്ന ട്രയൽസിൽ അവൻ മികച്ച പ്രകടനം നടത്തിയിട്ടും തഴയപ്പെട്ടു. കരഞ്ഞുകൊണ്ട് വന്ന മകനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞു, ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഗ്രൗണ്ടുകളിലും നീ കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആ വാക്ക് പാലിക്കാനായി അദ്ദേഹം കുടുംബമായി നാട്ടിലേക്ക് മടങ്ങി. സഞ്ജുവിന്റെ ഈ ലോകകപ്പ് നേട്ടത്തോടെ പഴയ അവഗണനകളെല്ലാം മറന്നുവെന്ന് സാംസൺ വിശ്വനാഥ് പറയുന്നു. സെഞ്ചുറികളല്ല, ടീം ജയിക്കുന്നതാണ് പ്രധാനമെന്ന സഞ്ജുവിന്റെ നിലപാടിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു. സഞ്ജു രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും അവൻ ഈ ഫോം നിലനിർത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ലോകകപ്പിലെ സഞ്ജുവിന്റെ പ്രകടനം ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് വലിയ കരുത്താണ് നൽകിയത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ സഞ്ജുവിന്റെ ഓരോ ഷോട്ടും ഗാലറിയിലെ ജനങ്ങളെ ആവേശത്തിലാഴ്ത്തി. അഭിഷേക് ശർമ്മ നൽകിയ തുടക്കം സഞ്ജു കൃത്യമായി ഏറ്റെടുത്തു. നേരിട്ട ആദ്യ പന്തുകൾ മുതൽ തന്നെ ആക്രമിച്ചു കളിക്കുന്ന സഞ്ജുവിന്റെ ശൈലി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കി. തുടർച്ചയായി 3 മത്സരങ്ങളിൽ സെഞ്ചുറിക്കരികെ വെച്ച് പുറത്തായത് ആരാധകരിൽ നേരിയ നിരാശ ഉണ്ടാക്കിയെങ്കിലും ടീമിനെ മികച്ച സ്കോറിലേക്ക് നയിക്കാൻ ഈ ഇന്നിംഗ്സുകൾക്ക് സാധിച്ചു. ഭാഗ്യത്തെക്കാൾ ഉപരി സഞ്ജുവിന്റെ കഠിനാധ്വാനമാണ് ഈ തിരിച്ചുവരവിന് പിന്നിലെന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നു. സഞ്ജുവിന്റെ പരിശീലകൻ വിജി ജോർജിന് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. സഞ്ജുവിന്റെ യഥാർത്ഥ മികവ് ഇനിയും ലോകത്തിന് മുന്നിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം കരുതുന്നു. വരാനിരിക്കുന്ന 5-6 വർഷങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ കാലമായിരിക്കും. പക്വതയുള്ള ഒരു ബാറ്റിംഗ് ശൈലി സഞ്ജു വളർത്തിയെടുത്തിട്ടുണ്ട്. മുമ്പ് ആക്രമണത്തിന് മാത്രം പ്രാധാന്യം നൽകിയിരുന്ന സഞ്ജുവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും സഞ്ജു ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. സഹോദരനും സഞ്ജുവിന്റെ വളർച്ചയിൽ അഭിമാനിക്കുന്നു. തങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നമാണ് ഇപ്പോൾ സഞ്ജു യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സഞ്ജു ഇന്ന് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് വെറും ഒരു താരമല്ല, ഒരു വികാരമാണ്. തന്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്ത് പോലും കൂടെ നിന്ന ആരാധകർക്കായി ഈ ലോകകപ്പ് കിരീടം സഞ്ജു സമർപ്പിക്കുന്നു. പരാജയങ്ങളിൽ തളരാതെ പരിഹാസങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട അവസരങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരുന്ന സഞ്ജുവിന്റെ ജീവിതം ഏതൊരു കായിക താരത്തിനും പാഠപുസ്തകമാണ്. തിരുവനന്തപുരത്തെ തെരുവുകളിൽ നിന്നും സഞ്ജുവിന്റെ വിജയഗാഥകൾ മുഴങ്ങുന്നുണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥനയും അച്ഛന്റെ നിശ്ചയദാർഢ്യവും സഞ്ജുവിന്റെ കഠിനാധ്വാനം ഒത്തുചേർന്നപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് ലഭിച്ചത് ഒരു പുതിയ സൂപ്പർ താരത്തെയാണ്. പണിക്കാർ ഉപേക്ഷിച്ച കല്ലിനി ഇന്ത്യൻ ക്രിക്കറ്റിനെ താങ്ങി നിർത്തുന്ന മൂലക്കല്ലായി കാലങ്ങളോളം നിലനിൽക്കുമെന്നത് ഉറപ്പാണ്.